കേരളത്തിലെ കുടുംബ ആത്മഹത്യക്ക് ഒരു ദുരന്ത മുഖം കൂടി. പിറവത്തെ ഒരു കുടുംബം പുഴയിൽ ചാടി ജീവനൊടുക്കിയ വാർത്ത നമ്മൾ ഏറെ വേദനയോടെയാണ് കേട്ടത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാണ് അവരെ ഈ കടുങ്കൈക്ക് പ്രേരിപ്പിച്ചത്. കോതമംഗലം പോലീസ് അഭയമൊരുക്കുവാനും വാടക വീട് എടുത്തു നൽകുവാനും സാധനങ്ങൾ വാങ്ങി നൽകുവാനും മുന്നിട്ടിറങ്ങിയിട്ടും ആ സഹായഹസ്തങ്ങൾക്കും ആ ജീവനുകളെ തടുക്കാനായില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനൊരു പരിഹാരമില്ലേ? നമ്മുടെ നാട് ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് നല്ല വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ ജോലിക്കും ഉപരിപഠനത്തിനുമായി കൂട്ടത്തോടെ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നു. അവർ അവിടെ സ്ഥിര താമസമാക്കുന്നു. മറുവശത്ത് ഇവിടെയുള്ള സാധാരണക്കാരായ യുവാക്കൾക്ക് ബാങ്ക് ലോണുകൾ കിട്ടാക്കനിയാകുന്നു. ഈ അവസ്ഥയിലാണ് അവർ പെട്ടെന്ന് പണം കിട്ടുന്ന വീട് ആവശ്യമില്ലാത്ത വ്യാജ ഓൺലൈൻ ആപ്പുകളുടെ കെണിയിൽ അവർ വീഴുന്നത്. ഒരു ലോണിന്റെ EMI അടക്കാൻ മറ്റൊരു ഓൺലൈൻ ലോൺ, അങ്ങനെ കുരുക്കിൽ നിന്ന് വലിയൊരു ചതിക്കുഴികളിലേക്കാണ് പലരും വീഴുന്നത്. ഒടുവിൽ മാനസിക പീഡനങ്ങൾ താങ്ങാനാവാതെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് ആരാണ് ഉത്തരവാദി? മാറി മാറി വരുന്ന സർക്കാരുകളോ അതോ മുൻപിൻ നോക്കാതെ ബാധ്യതകളിലേക്ക് ചാടി വീഴുന്ന ജനങ്ങളോ? സത്യത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. ലോവർ മിഡിൽ ക്ലാസ് വിഭാഗങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വ്യക്തമായ പദ്ധതികൾ വേണം. നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വിദേശത്ത് പോകാതെ കേരളത്തിൽ തന്നെ തുടരാൻ പുതിയ കോഴ്സുകളും സാമ്പത്തിക സഹായങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവണം. വലിയ പ്രോജക്ടുകളും IT ഡെവലപ്മെന്റും വികസിച്ചാൽ മാത്രമേ ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകൂ. കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ഇപ്പോൾ വ്യവസായ വകുപ്പ് നല്ല രീതിയിൽ മുൻകൈ എടുക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് സാധാരണക്കാരിലേക്ക് എത്രമാത്രം എത്തുന്നുണ്ട്? ഒരു സാധാരണക്കാരൻ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ കടക്കണിയിലായി അത് പൂട്ടിപ്പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണം. ഇതിന് മതമോ രാഷ്ട്രീയമോ കലരാതെ ചങ്കുറുപ്പുറയുള്ള സർക്കാരിന്റെ തീരുമാനങ്ങളാണ് വേണ്ടത്. ഒപ്പം ജനങ്ങൾക്ക് കൃത്യമായ സാമ്പത്തിക സാക്ഷരതയും ഉണ്ടാകണം. ഇനിയൊരു ജീവനും സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ പൊലിഞ്ഞു പോകരുത്. ജീവിതത്തിൽ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അതിന് പരിഹാരമില്ല എന്നല്ല. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സംസാരിക്കുക. ബാങ്കുകളുടെയും നിയമപരമായ സാമ്പത്തിക സഹായ സംവിധാനങ്ങളുടെയും സഹായം തേടുക. മാനസികമായി തളർന്നാൽ വിദഗ്ധരുടെ സഹായം തേടാൻ മടിക്കരുത്. ഒരു പ്രശ്നത്തിനും ആത്മഹത്യ പരിഹാരമല്ല. നമുക്ക് ഒരുമിച്ച് ജീവൻ വിലമതിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാം. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും കാണാം.